ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതണു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 28 ദിവസത്തെ മാജിക് പ്രാക്ടീസിൻ്റെ ഇന്ന് 21ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലെങ്ങനെ അതിഗംഭീരമായ ഗുണബലമാക്കി മാറ്റാം, അതിഗംഭീരമായി വിജയമാക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ നമ്മളെല്ലാവരും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പല ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ നടക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നതല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്നു, അതിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു എക്സാമിന് പോകണം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം. അതൊക്കെ നമ്മൾ എന്താ ചിന്തിക്കണേ, നമ്മൾ അതിഗംഭീരമായി നടക്കണമെന്ന് മാത്രമാണ് നമ്മൾ ചിന്ത ഉണ്ടാവുക അല്ലേ, ഏറ്റവും നല്ല രീതിയിൽ നടക്കണമെന്ന്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ടോ? നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ. അപ്പോൾ അതങ്ങനെ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിൽ നമ്മൾ കൃതജ്ഞത ചേർക്കുക. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഊർജ്ജ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ ഇവിടെ ഉള്ളതാണ്. നമ്മളതിൽ പിന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത്, എന്താണോ പറയുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണേ. അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിഗംഭീരമായിട്ട് ഗുണഫലം കിട്ടാൻ വേണ്ടി നമ്മൾ അതിൽ മാന്ത്രികത ചേർക്കുക. അപ്പോൾ നമുക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിഗംഭീരമായിട്ട് ഫലം ലഭിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, പ്രതീക്ഷയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ലഭിച്ചതിനായിട്ട് നമ്മൾ മുൻകൂട്ടി തന്നെ, ഇപ്പോൾ നാളെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ലഭിച്ചു കഴിഞ്ഞതായിട്ട് നമ്മളതിൽ നന്ദി പറയുമ്പോൾ ആ കാര്യം നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ സംഭവിക്കും. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പറഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണഫലത്തിന് നല്ല രീതിയിൽ നമുക്ക് ആ കാര്യം നടന്നു കിട്ടണില്ല. ഇപ്പോൾ എക്സാം ആയാലും ഇൻ്റർവ്യൂ ആയാലും നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കേണ്ടത് കാര്യങ്ങളൊക്കെ ആയാലും നമ്മളതിന് മുൻകൂട്ടി തന്നെ നന്ദി പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡ്രസ്സുകൾ എടുക്കണം. അപ്പോൾ നമ്മൾ തുണിക്കടയിൽ പോകുമ്പോൾ, ഷോപ്പിൽ പോകുമ്പോൾ നമ്മളെന്താ, അയ്യോ എനിക്കുള്ളത് കിട്ടുമോ, എനിക്ക് നല്ല ഡ്രസ്സ് കിട്ടുമോ, ഞാൻ ആഗ്രഹിച്ചത് കിട്ടുമോ എന്നുള്ളൊരു സംശയമാണ്. ഞാൻ വേറെ കടയിൽ പോകേണ്ടി വരുമോ, അവിടെ തിരയേണ്ടി വരുമോ, ആ കടയിൽ പോയാൽ മതിയോ, ഇനി ഈ കടയിൽ പോയാൽ മതിയോ, ഏത് കടയിൽ പോകണം എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളാണ്. അപ്പോൾ അതിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എനിക്കത് കിട്ടും, ഞാൻ ആഗ്രഹിച്ച ഡ്രസ്സ് എനിക്ക് കിട്ടും നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുക. അതിപ്പോൾ എന്ത് വാങ്ങാൻ പോയാലും നമ്മളങ്ങനെ ചിന്തിക്കുക. അപ്പോൾ നമുക്കതുപോലെ തന്നെ സംഭവിക്കും. നമ്മളെ ചിന്തകളാണ് നമ്മളെ കാര്യങ്ങളായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ നമുക്ക് വീട്ടിലൊരു ഫംഗ്ഷൻ നടത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, നമ്മളത് നന്നായിട്ട് നടന്നത്, അതിഗംഭീരമായിട്ട് തന്നെ അത് നടന്ന ഒരു വിവാഹമുണ്ട്, ഒരു എൻഗേജ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകേണ്ടതുണ്ട്, ഒരു ബിസിനസ് സംബന്ധമായ മറ്റൊരാളെ നമുക്ക് കാണേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മുൻകൂട്ടി തന്നെ അത് പോയി നടന്നു, അത് സംഭവിച്ചതായിട്ട് നമ്മൾ ഫീൽ ചെയ്ത് നന്ദി പറയാം. അപ്പോൾ ആ കാര്യം നടന്നിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ ഇവിടെ ഉള്ളതാണ്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണോ പറഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ നടക്കുന്നുണ്ട്, ഗുരുത്വാകർഷണ നിയമം ഇവിടെ ഉണ്ട്. ആ നിയമം അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ നടക്കുന്നു, പോകുന്നു എന്ന പോലെ തന്നെ നമ്മൾ അതിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കത് നേടുക. ആ നിയമം, ആ ലോ ഓഫ് അട്രാക്ഷൻ ഇവിടെ ഉള്ളതാണ്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ, പറയുന്നത് എന്താണോ, നമുക്ക് ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ആ കാര്യങ്ങൾ കൂടിയിട്ട് മുന്നേ തന്നെ നമ്മൾ മുൻകൂട്ടി നന്ദി പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് ലഭിച്ചിരിക്കും. ഇനിയിപ്പോൾ നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കണം, അവിടെ പോയി അത് നല്ല രീതിയിലാവണത് നമുക്ക് മനസ്സിൽ ചിന്തിച്ച് മുൻകൂട്ടി നന്ദി പറയാം. ഒരു സുഹൃത്തിനെ കാണേണ്ടതുണ്ട്, നാളെ എന്താവും, അതെങ്ങനെയാണ് നിങ്ങൾ ആ സുഹൃത്ത്, ഒരു ബിസിനസ് സംബന്ധിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനാണെങ്കിൽ അത് നല്ല രീതിയിൽ നടന്നതായിട്ടും നല്ല ഇതായിട്ട് റിസൾട്ട് കിട്ടിയതൊക്കെ ആയിട്ട് നമ്മൾ അതിന് നന്ദി പറഞ്ഞ് മുൻകൂട്ടി നന്ദി പറയുമ്പോൾ നമുക്കത് അതേപോലെ തന്നെ സംഭവിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം? ഇപ്പോൾ നിങ്ങൾ ഒരു ടീച്ചർ ഒരു കുട്ടിയുടെ വിളിച്ചു, മാതാപിതാക്കളെ വിളിച്ചു സ്കൂളിലേക്ക് വരണം, ഗാർഡിയനെ കൊണ്ട് വരണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് എന്ത് ചിന്തയാണ് വരിക? അയ്യോ എന്തിനാ അവ വിളിപ്പിച്ചത്, അവൻ എന്ത് കുരുത്തക്കേടാണ് കാണിച്ചത് എന്നുള്ള വിഷമങ്ങളാണ് നമ്മുടെ മനസ്സിലുണ്ടോ. അതിന് പകരമായിട്ട് നമ്മളത് നല്ലതിനാണ് എന്ന് നമ്മൾ നന്ദി പറയാം. ഇപ്പോൾ നിങ്ങൾ ഓഫീസിൽ പോയി, അതേപോലെ തന്നെ ഓഫീസിൽ പോയി മാനേജർ പറഞ്ഞു വന്ന് കാണണം എന്ന് പറയുമ്പോൾ ഉടനടി നമ്മൾ എന്താ ചിന്തിക്കുക? ഉടനടി നമ്മൾ ചിന്തിക്കുക എന്താണ്? അയ്യോ എന്തിനാവ് വിളിപ്പിച്ചത്, എന്താ ഞാൻ ചെയ്തു വെച്ചതാവോ, എന്ത് കംപ്ലൈൻ്റ് ആണ്, എങ്ങനെയാണ്, എന്താണെന്നുള്ള വല്ലാത്തൊരു വിഷമത്തിലാണ് നമ്മൾ അങ്ങോട്ട് പോകുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കതിലും വിഷമങ്ങളാവാണ്. അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് ശീലമാക്കി മാറ്റണം. നമ്മൾ അത് നടന്നത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു രീതിയിൽ എടുക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ മാറിയെടുക്കണം നമ്മുടെ മനസ്സിനെ.
ആ രീതിയിലേക്ക് നമുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മാറാൻ പറ്റും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫോൺ കോൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഇമെയിൽ കണ്ടു ഇതൊക്കെ തുറക്കുമ്പോഴേക്കും മനസ്സിൽ പേടിച്ചിട്ടാണ് തുറക്കണം. എന്താ സംഭവമാവും, എന്താണാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പേടിക്കണം. ഇപ്പോൾ ഒരാൾ നമ്മുടെ ഒരു സുഹൃത്തിന് നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ അന്വേഷിച്ച് വീട്ടിലേക്ക് ഒരാൾ വന്നു എന്ന് പറയുമ്പോൾ ഉടനടി എന്തായിരിക്കും, എന്ത് സംഭവമാണോ, എന്താണ് സംഭവിച്ചത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അതേപോലെ എന്തെങ്കിലും നമുക്കൊരു ഒരു പോസ്റ്റലായിട്ടൊരു ലെറ്റർ വന്നു, ഇതൊക്കെ തുറക്കണതിന് മുമ്പ് നമ്മൾ പേടിച്ച് എന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് അത് നല്ല കാര്യത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ മുൻകൂട്ടി നന്ദി പറഞ്ഞുകൊണ്ട് ആ കത്ത് പോലും നമ്മൾ തുറക്കുക. നമ്മൾ ഫോൺ എടുക്കുമ്പോഴും അതേപോലെ ചെയ്യും. നമ്മൾ എന്ത് കാര്യത്തിന് ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഭക്ഷണം ചെയ്യായാലും നമ്മൾ നല്ല മനസ്സോടുകൂടി അത് നന്നാവും, നല്ലതായി തീരും, നല്ല ടേസ്റ്റിൽ എനിക്ക് ആക്കാൻ പറ്റും എന്നുള്ളതിൽ മുൻകൂട്ടി നന്ദി പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണം നന്നാക്കി ഉണ്ടാക്കാൻ കഴിഞ്ഞാലും നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാത്തിനും നമുക്ക് എന്തൊരു കാര്യത്തിനായാലും നമുക്ക് അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് മുൻകൂട്ടി നന്ദി പറഞ്ഞ് അത് ചെയ്യുമ്പോൾ അതിന് നമുക്കൊന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ആ രീതിയിലാണ് ഈ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം, ബസ് കാത്തു നിന്നു, നമ്മൾ എന്ത് ചെയ്യുക, ബസ് കിട്ടിയില്ല, ട്രെയിൻ കിട്ടില്ല, നമ്മൾ ഉടനടി പറയുമോ കഷ്ടമായി പോയി, എനിക്കത് കിട്ടില്ല, നാശം എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ. ഇതിനൊക്കെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മളെന്ത് പറയണം, അത് നല്ലതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അന്ന് സംഭവിച്ചത്, അപ്പോൾ സംഭവിച്ചത്, അപ്പോൾ നമ്മളതിൽ ക്ഷമിച്ചോ, എന്തായാലും നമ്മൾ ലേറ്റ് ആകും, അപ്പോൾ നമ്മളെന്ത് പറയണം, അത് നല്ലതിനാണ്, അത് നല്ല കാര്യത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നന്ദി പറയാം. ആ നിമിഷം തന്നെ നമ്മളതിന് നല്ല പരിണത ഫലത്തിന് വേണ്ടിയിട്ട് നന്ദി പറയാം. നമുക്കപ്പോൾ അതിൻ്റെ ആ ഫലം തന്നെയായിരിക്കും, നമ്മൾ പേടിച്ചിരിക്കുന്ന പോലെ സംഭവിക്കില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിശീലനം എല്ലാവരും ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും വേണ്ട കാര്യങ്ങൾ ഒരു പ്രധാനമായിട്ട് 2-3 കാര്യങ്ങൾ ദിവസത്തെ തുടക്കത്തിൽ നമ്മൾ മനസ്സിലെടുക്കുക, എഴുതി വെക്കുക. 3 കാര്യങ്ങളെ, കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കാം, 3 കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക. ഇപ്പോൾ ജോലിക്ക് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ആ ജോലിക്ക് പോകണതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ജോലിയുള്ളവരുടെ അതിന് മുന്നേ എഴുതി വെക്കാം, അല്ലെങ്കിൽ രാവിലെ തന്നെ സമയമുള്ളവർ എഴുതി വെക്കുക ഇന്നത്തെ ചെയ്യേണ്ട. ഇപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്ക് സുഖമാണ്, 3 കാര്യങ്ങൾ നമ്മൾ എഴുതാത്ത, എനിക്ക് കുറച്ച് കാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പറയാം, നിങ്ങൾക്ക് പ്രധാനമെന്ന് തോന്നുന്നത്, അതായത് അതിൽ നമ്മൾ പ്രധാന കാര്യമാണ്, പക്ഷെ നമ്മൾ അലസമായിട്ടാണ് അതിനെ കാണുന്നത്. ഇപ്പോൾ ഡോക്ടറെ കാണേണ്ട കാര്യമുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വാങ്ങാൻ പോകേണ്ടതുണ്ട്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഒന്നൊരു എക്സാം ഉണ്ട്, അതിന് പോകണം, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയിൽ നമ്മൾ ഇരിക്കുന്നവരാണെങ്കിൽ അതിന് ഏറ്റവും നല്ല ടോപ്പിലാക്കിയിട്ട് മുൻകൂട്ടി നന്ദി പറഞ്ഞുകൊണ്ട് അതിന് നല്ല പരിണത പോലെ ലഭിക്കാൻ വേണ്ടി നമുക്കത് അങ്ങനെ ചെയ്യേണ്ടത്. അതാണ് ഇന്നത്തെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നമുക്ക് വേണ്ട 3 കാര്യങ്ങൾ എടുക്കുക, ആ കാര്യങ്ങളിൽ അത് ഏറ്റവും നല്ല രീതിയിൽ നടന്നതായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് എഴുതുക, നന്ദി എഴുതുക, ആ കാര്യം നല്ല രീതിയിൽ നടന്നു. അപ്പോൾ അത് നമ്മളൊരു ഒഴുക്കാൻ മട്ടിലിട്ട കാര്യം അത് ഏറ്റവും സൂപ്പറായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതേപോലെ തന്നെ അടുത്ത പരിശീലനം എന്ന് പറയുന്നത് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അതിന് മുൻകൂട്ടി നന്ദി പറയേണ്ടതാണ്. ഒരു കത്ത് വന്ന് തുറക്കണതിന് മുമ്പ് നമ്മൾ നന്ദി പറയാന്നുള്ളതാണ്. അതൊരു ഫോൺ കോൾ, ഇമെയിലൊക്കെ വരുന്നതിന് മുന്നേ തന്നെ മുൻകൂട്ടി നമ്മളതിന് നന്ദി പറഞ്ഞുകൊണ്ട് അത് തുറക്കാന്നുള്ളതാണ്. അതിന് വേണ്ടിയുള്ള പരിശീലനം നമ്മൾ മൊബൈൽ തുറക്കുമ്പോഴായാലും നമ്മളത് പറയാം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നാം ഇതൊരു നിസ്സാര കാര്യങ്ങളല്ലേ, ഇതിപ്പോൾ എന്തത്ര പറയാനിരിക്കുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ഇതിൻ്റെ ഓരോ പരിശീലനത്തിലും ഇതിൽ എന്താ പറയുക, രഹസ്യ പഠനങ്ങളുണ്ടെന്ന് റോണ്ടബൺ മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഓരോന്നിലും ഓരോ രഹസ്യ പഠനങ്ങളുണ്ട്. അത് ചെയ്യുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നാം ഇതെന്താണ്, ഇത് എല്ലാത്തിലും ഇത് തന്നെയാണോ പറയുന്നത്, ഇത് തന്നെയാണ് നമ്മൾ എല്ലാത്തിലും ആവർത്തിച്ചെന്നൊക്കെ തോന്നാം. പക്ഷെ നിങ്ങളിത് ചെയ്തു വരുമ്പോൾ കൃത്യമായിട്ട് അത് എഴുതി വെച്ചുകൊണ്ട് നമ്മുടെ 3 കാര്യങ്ങൾ എടുക്കുക, അതിൽ അത് അതിഗംഭീര ഗുണഫലം നമുക്ക് ലഭിക്കാൻ വേണ്ടി മുൻകൂട്ടി നന്ദി പറഞ്ഞുകൊണ്ട് അതിരിക്കുക. അതേപോലെ തന്നെ അപ്രതീക്ഷിതമായി സംഭവിക്കാൻ വരുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കത്ത് തുറക്കുമ്പോഴേക്ക് മുന്നേ തന്നെ നമ്മളത് നന്ദി പറയുക. ഇങ്ങനെ നമ്മൾ ശീലിച്ച് വരുമ്പോൾ അത് നമ്മുടെ ശീലമായിട്ട് മാറും. പിന്നെ നമ്മൾക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്കത് ഗുണഫലമായിട്ട്, അതിഗംഭീര ഗുണഫലമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് ആഘോഷം നടത്തിയാലും ബർത്ത്ഡേ നടത്തിയാലും ഒക്കെ അത് ഇപ്പോൾ എന്ത് ചടങ്ങുകൾ നടത്തുമ്പോഴും അത് ഏറ്റവും അതിഗംഭീരമായിട്ട് നടന്നതായിട്ട് നമ്മൾ മുൻകൂട്ടി തന്നെ അതിന് നന്ദി പറയുമ്പോൾ അത് അതേപോലെ തന്നെ സംഭവിക്കും. നമുക്ക് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി അതൊക്കെ ചെയ്യാനും എടുക്കാനും സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് എന്താണ് ഇന്നത്തെ പരിശീലനം. അപ്പോൾ എല്ലാവരും ഇത് പരിശീലിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എല്ലാ ദിവസവും നമ്മൾ രാവിലെ തന്നെ 10 അനുഗ്രഹങ്ങൾ എഴുതുക, അതിന് നന്ദി, അതിൻ്റെ കാര്യകാരണ സംഗീതങ്ങൾ എഴുതിയിട്ട് നന്ദി പറയാം. രാത്രി നമ്മൾ മാജിക് റോക്ക് ചെയ്യാം, അന്നുണ്ടായ ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾ നോക്കിയിട്ട് നമ്മൾ ലഭിച്ച കാര്യങ്ങൾക്ക് നന്ദി പറയാം. ഏറ്റവും നല്ലത് നോക്കിയിട്ട് അതിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കല്ല് മാജിക് റോക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ പരിശീലനം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.